നമസ്കാരം KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പെരിയ കല്യോട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകം കേസ് അന്വേഷണത്തിനായി ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി പ്രദീപിന്റെ നേതൃത്വത്തിലുള്ള സംഘം പെരിയ കല്യോട്ടെത്തി. കാസർഗോഡ് ചേർന്ന സർവകക്ഷി സമാധാന യോഗത്തിൽ നിന്നും കോൺഗ്രസ് ഇറങ്ങിപ്പോയി. CBI അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ അനുകൂല തീരുമാനം ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു കോൺഗ്രസ് ഇറങ്ങിപ്പോക്ക്. പെരിയയിലെ ഇരട്ടക്കൊലപാതക കേസിലെ CBI അന്വേഷണം ആവശ്യപ്പെട്ട് വിദ്യാനഗർ BC റോഡ് പരിസരത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ 48 മണിക്കൂർ ഉപവാസ സമരം മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ ഉദ്ഘാടനം ചെയ്തു. ഇലക്ട്രിക് പോസ്റ്റിലൂടെ കേബിൾ വലിക്കുന്നതിന് KSEB ഈടാക്കുന്ന അമിത നിരക്ക്, വാർഷിക വർധനവ് എന്നീ വിഷയങ്ങളിൽ ഇടപെടൽ നടത്തണമെന്നാവശ്യപ്പെട്ട് NA നെല്ലിക്കുന്ന് MLAക്ക് നിവേദനം നൽകി. COA ജില്ലാ കമ്മിറ്റിയാണ് നിവേദനം നൽകിയത്. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ 27-ന് കാഞ്ഞങ്ങാട് പുതിയ ബസ് സ്റ്റാൻഡിൽ കൈപുണ്യം 2019 പാചക മത്സരം സംഘടിപ്പിക്കും. നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്യും. പൈവളികെ പഞ്ചായത്തിൽ വിവിധ പദ്ധതികളിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം നടന്നു. P കരുണാകരൻ MPയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീറും ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന കാവ്യക്ക് കൈത്താങ്ങുമായി ജയ്ഷാൽവാസ് കാരുണ്യ യാത്ര നടത്തി. വാർത്തകൾ വിശദമായി. പെരിയ കല്യോട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകം കേസ് ഏറ്റെടുത്ത ശേഷം ക്രൈംബ്രാഞ്ച് സംഘം കേസ് അന്വേഷണത്തിനായി ആദ്യമായി പെരിയ കല്യോട്ടെത്തി. ക്രൈംബ്രാഞ്ച് DYSP പ്രദീപിന്റെ നേതൃത്വത്തിലുള്ള ക്രൈംബ്രാഞ്ച് സംഘമാണ് കല്യോട്ട് എത്തിയത്. ചൊവ്വാഴ്ചയാണ് ഔദ്യോഗികമായി കേസന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തത്. ഇതിനുശേഷം ക്രൈംബ്രാഞ്ച് DYSP P പ്രദീപിന്റെ നേതൃത്വത്തിലുള്ള ക്രൈംബ്രാഞ്ച് സംഘം ചൊവ്വാഴ്ച പെരിയ കല്യോട്ടെത്തുകയായിരുന്നു. ശരത്ലാൽ വെട്ടേറ്റ് വീണ സ്ഥലവും കൃപേഷ് വെട്ടേറ്റ് വീണ് കിടന്ന സ്ഥലവും തമ്മിലുള്ള അകലവും മറ്റും ക്രൈംബ്രാഞ്ച് സംഘം പരിശോധിച്ചു. നാട്ടുകാരിൽ നിന്നും ക്രൈംബ്രാഞ്ച് സംഘം മൊഴിയെടുത്തു. കൂടാതെ കേസുമായി ബന്ധപ്പെട്ട് ലോക്കൽ പോലീസിൽ നിന്നും വിശദാംശങ്ങൾ ശേഖരിച്ചു. പെരിയയിലെ ഇരട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ഒരാളെ കൂടി പിടികൂടുവാനുണ്ട്. കൂടെ പ്രതികളെ സഹായിച്ചവരും ഗൂഢാലോചന നടത്തിയവരുമടക്കമുള്ളവരെയും കണ്ടെത്തണം. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലൂടെ ഇവയെല്ലാം പുറത്തുവരുമെന്ന പ്രതീക്ഷയിലാണ് കൊല ചെയ്യപ്പെട്ട ശരത്ലാലിന്റെയും കൃപേഷിന്റെയും കുടുംബങ്ങൾ. 2 ദിവസം മുൻപ് തന്നെ ക്രൈംബ്രാഞ്ച് സംഘം കാസർഗോട്ടെത്തി കേസ് ഡയറികളും മറ്റും പരിശോധിച്ചിരുന്നു. 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ക്രൈംബ്രാഞ്ച് IG ശ്രീജിത്തും DGP ലോക്നാഥ് ബെഹ്റയും കാസർഗോട്ടെത്തുമെന്നും വിവരമുണ്ട്. ഇരുവരും കൊല ചെയ്യപ്പെട്ടവരുടെ വീട് സന്ദർശിക്കുകയും ബന്ധുക്കളുടെ പരാതി കേൾക്കുകയും ചെയ്യുമെന്നാണ് വിവരം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുണ്ടാകുമെന്ന സൂചനയാണ് ക്രൈംബ്രാഞ്ച് സംഘം നൽകുന്നത്. ന്യൂസ് ഡെസ്ക് KCN. കാസർഗോഡ് ചേർന്ന സർവകക്ഷി സമാധാന യോഗത്തിൽ നിന്നും കോൺഗ്രസ് ഇറങ്ങിപ്പോയി. CBI അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ അനുകൂല തീരുമാനം ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് ഇറങ്ങിപ്പോയത്. യോഗത്തിൽ കൊലപാതകത്തെ അപലപിച്ച് ഐക്യകണ്ഠേന പ്രമേയം പാസാക്കി. പെരിയയിലെ ഇരട്ടക്കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ കാസർഗോട്ടെ ക്രമസമാധാന പ്രശ്നങ്ങളിൽ സമവായ ചർച്ച നടത്തുവാനാണ് കാസർഗോഡ് സിവിൽ സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിൽ സർക്കാർ മുൻകൈയെടുത്ത് സർവകക്ഷി സമാധാന യോഗം വിളിച്ചു ചേർത്തത്. യോഗത്തിൽ റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലയിലെ എല്ലാ രാഷ്ട്രീയ സംഘടനകളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. പെരിയയിലെ ഇരട്ടക്കൊലപാതകത്തിൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യമുന്നയിച്ച കോൺഗ്രസ് പിന്നീട് അനുകൂല തീരുമാനം ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ച് യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി. നിഷ്പക്ഷമായ ഒരു അന്വേഷണത്തിന് CBI ഈ കേസിന്റെ അന്വേഷണം വിടണം എന്ന് UDFന്റെ നേതാക്കൾ എല്ലാവരും ശക്തമായി ഈ സമാധാന കമ്മിറ്റിയുടെ മുമ്പിൽ വെച്ചു. അത്തരമൊരു ഉറപ്പ് നൽകാൻ യോഗം വിളിച്ചു കൂട്ടിയിട്ടുള്ള ബഹുമാന്യനായ റവന്യൂ വകുപ്പ് മന്ത്രിക്ക് കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് ഞങ്ങൾ ഈ സമാധാന യോഗത്തിൽ നിന്ന് അത്തരമൊരു ഉറപ്പ് കിട്ടുന്നതുവരെ, CBI അന്വേഷണം നടക്കുന്നതുവരെ സമാധാന ചർച്ചകളുമായി സഹകരിക്കാൻ സന്നദ്ധമല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയിരിക്കുക. യോഗത്തിൽ പങ്കെടുത്ത എല്ലാ രാഷ്ട്രീയ കക്ഷി നേതാക്കളും പെരിയയിലേത് നിഷ്ഠൂരമായ കൊലപാതകമാണെന്ന് പറഞ്ഞു. അപലപിക്കുന്നു. ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് എല്ലാ പ്രസ്ഥാനങ്ങളും ഏകകണ്ഠമായി പറഞ്ഞിട്ടുള്ളതാണ്. അതിനുശേഷമുണ്ടായ അതിക്രമങ്ങൾ, അത് തീവപ്പ് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ
പല വീടുകൾക്ക് നേരെയുണ്ടായ അക്രമങ്ങളുമെല്ലാം അതും പ്രതിഷേധാർഹമായ നടപടിയാണ്. ഇത്തരം സാഹചര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിന് യാതൊരു കാരണവശാലും അനുവദിച്ചുകൂടാ. എല്ലാ വിഭാഗം ആളുകളും സമാധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിൽ പങ്കാളികളാകണം എന്ന അഭ്യർത്ഥന നടത്തിക്കൊണ്ടാണ് നമ്മുടെ ഈ സമാധാന കമ്മിറ്റി യോഗം അവസാനിച്ചത്. യോഗത്തിൽ കൊലപാതകത്തെ ശക്തമായി അപലപിക്കുകയും കൊലപാതകത്തിനെതിരെ ഐക്യകണ്ഠേന പ്രമേയം പാസാക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് KCN. പെരിയയിലെ ഇരട്ടക്കൊലപാതക കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാനഗർ BC റോഡ് പരിസരത്ത് 48 മണിക്കൂർ ഉപവാസ സമരം ആരംഭിച്ചു. മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ ഉദ്ഘാടനം ചെയ്തു. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ CPM CBI അന്വേഷണത്തെ ഭയക്കുന്നത് മുതിർന്ന നേതാക്കൾ പ്രതികളാകുമെന്നതിനാലാണെന്നും കൊലയാളികളെ സംരക്ഷിക്കുന്ന പാർട്ടിയായി CPM അധപ്പതിച്ചുവെന്നും ഉപവാസം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് VM സുധീരൻ പറഞ്ഞു. പിണറായി സർക്കാർ അധികാരത്തിലേറിയ ശേഷം നടന്ന 20 കൊലപാതക കേസിലും മുഖ്യ പ്രതിസ്ഥാനത്തുള്ളത് മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാരാണ്. പെരിയയിലെ കൊലപാതകത്തിൽ കൃത്യമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. യഥാർത്ഥ പ്രതികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണം. എല്ലാ കാര്യത്തിലും മുൻപന്തിയിൽ നിൽക്കുന്ന കേരളം ഇത്തരം കൊലപാതകത്തിലൂടെ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അധപ്പതിച്ചതായും സുധീരൻ കുറ്റപ്പെടുത്തി. നവോത്ഥാന നായകന്മാർ ഉയർത്തിപ്പിടിച്ച ഏറ്റവും ഉന്നത മൂല്യം എന്ന് പറയുന്നത് മനുഷ്യത്വമാണ്, അഹിംസയാണ്. അതിനെല്ലാം വിരുദ്ധമായി കശാപ്പുകാരൻ്റെ മനോഭാവത്തോടുകൂടി തങ്ങളുടെ എതിർരീതിയിൽ നിൽക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരെ കൊലപ്പെടുത്തുന്ന ഈ കാബാലിക രാഷ്ട്രീയം, ഈ കശാപ്പ് രാഷ്ട്രീയം കേരളത്തിന് വരുത്തിവെച്ച അപമാനം ചെറുതല്ല. കാലം എത്ര കടന്നുപോയാലും തലമുറ എത്ര പിന്നിട്ടാലും ഈ അപമാനം കേരളത്തിന് എന്നും നിലനിൽക്കുന്ന ഒരു നിലയിലേക്കാണ് കാര്യങ്ങൾ. മുൻ DCC പ്രസിഡന്റ് CK ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. PC വിഷ്ണുനാഥ്, NA നെല്ലിക്കുന്ന്, MT ജോസ്, KP കുഞ്ഞിക്കണ്ണൻ, K നീലകണ്ഠൻ, PA അഷ്റഫ് അലി, PK ഫൈസൽ, KV സുധാകരൻ, കരുൺ താപ്പ, വിനോദ് കുമാർ പള്ളയിൽ വീട് തുടങ്ങിയവർ സംസാരിച്ചു. DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ നയിക്കുന്ന ഉപവാസ സമരത്തിന് ഐക്യദാർഢ്യവുമായി നിരവധി പേരാണ് സമരപന്തലിൽ എത്തുന്നത്. ന്യൂസ് ഡെസ്ക് KCN. ഇലക്ട്രിക് പോസ്റ്റിലൂടെ കേബിൾ വലിക്കുന്നതിന് KSEB ഈടാക്കുന്ന അമിത നിരക്ക്, വാർഷിക വർധനവ് എന്നീ വിഷയങ്ങളിൽ അടിയന്തര ഇടപെടൽ നടത്തണമെന്നാവശ്യപ്പെട്ട് NA നെല്ലിക്കുന്ന് MLAക്ക് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി നിവേദനം നൽകി. COA ജില്ലാ സെക്രട്ടറി M ലോഹിതാക്ഷന്റെയും സംസ്ഥാന കമ്മിറ്റി അംഗം ഷുക്കൂർ കോളിക്കരയുടെയും നേതൃത്വത്തിലുള്ള സംഘമാണ് നിവേദനം നൽകിയത്. കേവലം 17 രൂപയായിരുന്ന പോസ്റ്റ് വാടക ഇന്ന് 400 രൂപയിലധികമാണ്. രാജ്യത്തെ മറ്റൊരു സംസ്ഥാനത്തും ഈയൊരവസ്ഥയില്ല. നാമമാത്രമായ വാടക ഈടാക്കിയോ തീർത്തും സൗജന്യമായോ ആണ് മറ്റ് സംസ്ഥാനങ്ങളിൽ പോസ്റ്റുകൾ അനുവദിക്കുന്നത്. ഭരണരംഗത്ത് മാറ്റം സംഭവിക്കുമ്പോഴും ഓപ്പറേറ്റർമാർ അഭിമുഖീകരിക്കുന്ന ഈ പൊതുപ്രശ്നത്തിന് പരിഹാരം കാണുവാൻ ഒരു സംസ്ഥാന സർക്കാരിനും സാധിച്ചിട്ടില്ല. പുതിയ താരിഫ് ഓർഡർ നയത്തിന്റെ ഭാഗമായും സേവന നികുതി ഇനത്തിന്റെ അമിതഭാരവും മൂലം പ്രതിസന്ധിയിലായ ചെറുകിട കേബിൾ TV സംരംഭകരെ സംരക്ഷിക്കുന്നതിന് വൈദ്യുതി പോസ്റ്റിന്റെ അടിസ്ഥാന നിരക്കിൽ കാര്യമായ ഇളവ് വരുത്തണമെന്നും 5% വാർഷിക വർധനവ് പൂർണ്ണമായും ഒഴിവാക്കണമെന്നും കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നിവേദനത്തിലൂടെ ആവശ്യപ്പെട്ടു. കേബിൾ TV ഓപ്പറേറ്റർമാരുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന വിഷയങ്ങളിൽ പരിഹാരം കാണുവാൻ ഇടപെടൽ നടത്തുമെന്ന് നിവേദനം സ്വീകരിച്ച ശേഷം NA നെല്ലിക്കുന്ന് MLA പറഞ്ഞു. എല്ലാ മേഖലകളും കോർപ്പറേറ്ററുകൾക്ക് തീരെഴുതി കൊടുക്കുന്ന ശ്രമമാണ് നടക്കുന്നത്. കേബിൾ TV മേഖലയെ അവതാളത്തിലാക്കുന്നതാണ് ഇലക്ട്രിക് പോസ്റ്റിലൂടെ കേബിൾ വലിക്കുന്നതിന് KSEB അമിത നിരക്ക് ഈടാക്കുന്നതും വാർഷിക വർധനവ് വരുത്തിയതും. ഇതിനെതിരെ കേബിൾ TV ഓപ്പറേറ്റർമാർ നടത്തുന്ന പ്രക്ഷോഭ പരിപാടികൾക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്നതായും NA നെല്ലിക്കുന്ന് MLA പറഞ്ഞു. ഇലക്ട്രിക് ലൈന് വലിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ആ പോസ്റ്റിൽ ഈ ഒരു കേബിൾ TV ഇങ്ങനെ കടന്നു പോകുന്നു. അപ്പോൾ വലിയ ഒരു തടസ്സം KSEBക്കുമില്ല. അതുകൊണ്ട് ബുദ്ധിമുട്ട് വൈദ്യുതി ബോർഡിനുമില്ല. അതുപോലെ തന്നെ വൈദ്യുതി വിതരണത്തിന് അതൊരു തടസ്സവുമാകുന്നില്ല. പിന്നെ എന്തിനാണ് ഈ കേബിൾ TV ഓപ്പറേറ്റേഴ്സിനോട് ഈ ചാർജ് ഈടാക്കുന്നത് എന്നതാണ് പ്രസക്തമായ ചോദ്യം. അപ്പോൾ അതെങ്കിലും ഒഴിവാക്കിക്കൊണ്ട് ഈ കേബിൾ TV ഓപ്പറേറ്റേഴ്സുമാർ ഇന്ന് നേരിടുന്ന ഈ പ്രതിസന്ധി ലഘൂകരിക്കുവാൻ
നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഒരു അനുകൂലമായ നടപടി ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത്. സിഒഎ ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീധരൻ വെള്ളച്ചാൽ, ജില്ലാ കമ്മിറ്റി അംഗം പുരുഷോത്തം എം നായിക്, മേഖലാ പ്രസിഡന്റ് കെ ഹരികാന്ത്, സെക്രട്ടറി ഷിജു ചേടിറോഡ് എന്നിവരും നിവേദന സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് KCN. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ 27-ന് കാഞ്ഞങ്ങാട് പുതിയ ബസ് സ്റ്റാൻഡിൽ കൈപുണ്യം 2019 പാചക മത്സരം സംഘടിപ്പിക്കും. നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്യും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി കുടുംബശ്രീ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കഫേ കുടുംബശ്രീ യൂണിറ്റുകൾക്കും കുടുംബശ്രീ കഫേകളുടെ ഭക്ഷ്യവിഭവങ്ങൾക്കും കൂടുതൽ പ്രചാരവും സ്വീകാര്യതയും നേടിക്കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പാചക മത്സരം സംഘടിപ്പിക്കുന്നത്. മത്സരത്തിൽ 1ാം സ്ഥാനം നേടുന്ന കഫേ യൂണിറ്റിന് 10,000 രൂപയും 2ാം സ്ഥാനക്കാർക്ക് 5,000 രൂപയും 3ാം സ്ഥാനക്കാർക്ക് 2,500 രൂപയും ട്രോഫിയും സമ്മാനമായി നൽകും. കൂടാതെ പങ്കെടുക്കുന്ന മുഴുവൻ യൂണിറ്റുകൾക്കും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്യും. ചടങ്ങിൽ കുടുംബശ്രീ ഗവേണിംഗ് ബോഡി അംഗം ബേബി ബാലകൃഷ്ണൻ മുഖ്യാതിഥിയായിരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ നമ്മളൊരു കുക്കറി ഷോ പാചക മത്സരം നടത്തുകയാണ്. മത്സരം നടക്കുന്നത് നാളെ 3 മണിക്ക് കാഞ്ഞങ്ങാട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ്. സംസ്ഥാന തലത്തിൽ എല്ലാ ജില്ലയിലും ഈ പരിപാടി നടന്നു വരികയാണ്. ഇതിൻ്റെ തുടർച്ചയായിട്ട് ജില്ലാതല മത്സരത്തിൽ 1, 2, 3 സ്ഥാനം കിട്ടുന്ന മത്സരാർത്ഥികൾക്ക് 10,000 രൂപ, 5,000 രൂപ, 2,500 രൂപ ഇങ്ങനെ സമ്മാനം കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ അവർക്ക് മൊമെൻ്റോ കൂടി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഉദ്ഘാടനം നാളെ വൈകുന്നേരം 3 മണിക്ക് കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ ശ്രീ VV രമേശനാണ് നിർവഹിക്കുന്നത്. അതിൽ മുഖ്യാതിഥിയായിട്ട് എത്തുന്നത് കുടുംബശ്രീയുടെ ഗവേണിംഗ് ബോഡി അംഗം ശ്രീമതി ബേബി ബാലകൃഷ്ണനാണ്. ഹരിദാസൻ, അഞ്ജലി SL, സൗദ CM തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ബന്തെടുക്ക ഏണിയാടി മഖാമുറൂസിന് 28 മുതൽ തുടക്കമാകും. ഇബ്രാഹിം പൂക്കുഞ്ഞി അൽ ഹൈദ്രോസി കല്ലക്കട്ട ഉറൂസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉറൂസിന്റെ ഉദ്ഘാടന ചടങ്ങിന് ശേഷം നടക്കുന്ന സാംസ്കാരിക സമ്മേളനം കാസർഗോഡ് SP ജെയിംസ് ജോസഫ് ഉദ്ഘാടനം ചെയ്യും. വിവിധ ദിവസങ്ങളിലായി മതപ്രഭാഷണങ്ങളും നടക്കും. മാർച്ച് 6-ന് നടക്കുന്ന സമാപന സമ്മേളനം സയ്യിദ് ഇബ്രാഹിം ഖലീൽ പുഖാരി കടലുണ്ടി ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വ്യാഴാഴ്ച 28-ന് രാവിലെ 10:15-ന് മക്കാം സിയാറത്തോടുകൂടി പരിപാടി ആരംഭിക്കും. അന്ന് രാത്രി മതപ്രസംഗത്തിൽ സയ്യിദ് ഇബ്രാഹിം പൂക്കുഞ്ഞി തങ്ങൾ കല്ലക്കട്ട ഉദ്ഘാടനം നിർവഹിക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ വെള്ളിയാഴ്ച 1-ാം തീയതി 2 മണിക്ക് സാംസ്കാരിക സമ്മേളനമുണ്ട്. ബഹുമാനപ്പെട്ട കാസർഗോഡ് SP ജെയിംസ് ജോസഫ് IPS ഉദ്ഘാടനം ചെയ്യും. സമാപന ദിവസമായ 6-ാം തീയതി സമാപന സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട ഖലീൽ ബുഖാരി തങ്ങൾ കടലുണ്ടി, ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്സരി കാന്തപുരം എന്നിവർ സംബന്ധിക്കും. കരീം സാദി, MT ഷാഫി, ജുനൈദ് സഖാഫി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പൈവളിക പഞ്ചായത്തിൽ വിവിധ പദ്ധതികളിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം പ്രൗഢമായ അന്തരീക്ഷത്തിൽ നടന്നു. P കരുണാകരൻ MPയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീറും ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പൈവളികെ പഞ്ചായത്തിലെ വിവിധ പദ്ധതി പ്രകാരം നിർമ്മിച്ച പകൽ വീട്, ആയുർവേദിക് ആശുപത്രി, വുമൻ ട്രെയിനിംഗ് സെന്റർ തുടങ്ങിയവയുടെ ഉദ്ഘാടനമാണ് ഉത്സവാന്തരീക്ഷത്തിൽ നടന്നത്. ഈ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം P കരുണാകരൻ MPയും ചേവാരിൽ നടന്ന ആയുർവേദിക് ഡിസ്പെൻസറിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീറും നിർവഹിച്ചു. ജനങ്ങളുടെ ആരോഗ്യത്തിന് പ്രശ്നം എന്ന നിലയിൽ തന്നെയാണ് മാലിന്യ വിമുക്ത പദ്ധതി നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ പകൽ വീട്, സ്ത്രീകൾക്ക് വിശ്രമിക്കാനുള്ള സ്ഥലം, മറ്റാളുകൾക്ക് വിശ്രമിക്കാനുള്ള സ്ഥലം, ഇതൊക്കെ ഒരു കുടക്കീഴിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് ഒരുക്കാൻ വേണ്ടി കഴിഞ്ഞു. ഗ്രാമപഞ്ചായത്തിൻ്റെ കഴിഞ്ഞ വർഷത്തെ പദ്ധതി വിഹിതത്തിൽ നിന്ന് തന്നെയാണ് ഇതെല്ലാം തന്നെ നിർവഹിച്ചിട്ടുള്ളത്. 2 കാര്യങ്ങൾ വേൾഡ് ബാങ്ക് മുഖേനയാണ്, മറ്റെല്ലാം തന്നെ ഗ്രാമപഞ്ചായത്ത് തന്നെയാണ് ഇതിന് മുൻകൈയെടുത്തിട്ടുള്ളത്. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഭാരതി J ഷെട്ടി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് സുനിത ഡിസൂസ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ MK അമീർ, ഫാത്തിമത്ത് സുഹറ, വാസന്തി ചേരാൽ, KR ജയാനന്ദ, പ്രസാദ് റൈ, പഞ്ചായത്ത് സെക്രട്ടറി പ്രേംകുമാർ, വിവിധ വകുപ്പുതല ഉദ്യോഗസ്ഥർ, പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCN.
കനിവ് തേടുന്ന കാവ്യക്ക് കൈത്താങ്ങാകുവാൻ ജയ്ശാൽ ബസിന്റെ കാരുണ്യയാത്ര. ബോവിക്കാനം UP സ്കൂളിലെ 6ാം ക്ലാസ്സുകാരിയും നിർധന കുടുംബാംഗവുമായ കാവ്യക്ക് വൃക്ക സംബന്ധമായ അസുഖമാണ്. ചികിത്സയ്ക്കായി സുമനസുകളിൽ നിന്നും സഹായം തേടുന്ന കുടുംബത്തിന് ധനം സ്വരൂപിക്കുന്നതിന്റെ ഭാഗമായാണ് കാസർഗോഡ് കാഞ്ഞങ്ങാട് ബാങ്കോട് റൂട്ടിലോടുന്ന ജയ്ശാൽ ബസ് കാരുണ്യയാത്ര നടത്തിയത്. പഠനത്തിൽ മാത്രമല്ല പാഠ്യേതര വിഷയത്തിലും മിടുക്കിയാണ് ബോവിക്കാനം AUP സ്കൂളിലെ കാവ്യ എന്ന കൊച്ചുമിടുക്കി. എന്നാൽ കുസൃതിയും പുഞ്ചിരിയും നിറയേണ്ട കാവ്യയുടെ മുഖത്ത് രോഗം തളർത്തിയ വേദനയാണ്. മല്ലംകോട് സ്വദേശിനിയായ സുമിത്രയുടെ ഏകമകളാണ് കാവ്യ. ഏകദേശം 8 വർഷമായി കാവ്യ വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലാണ്. പ്രതിമാസം 5000-ലധികം രൂപ ചികിത്സയ്ക്കായി വേണ്ടിവരുന്നു. ഉള്ളതെല്ലാം വിറ്റുപെറുക്കിയും മറ്റുമാണ് ഇപ്പോൾ കാവ്യയുടെ ചികിത്സ നടത്തുന്നത്. സഹായവുമായി നാട്ടുകാരും സ്കൂളിലെ അധ്യാപകരും രംഗത്ത് വന്നെങ്കിലും ചികിത്സയ്ക്കായി ഈ തുകയൊന്നും മതിവരാത്ത അവസ്ഥയാണ്. ഉദാരമതികളുടെ സഹായം തേടുന്ന ഈ കുടുംബത്തിന് ജയ്ശാൽ ബസ് നടത്തിയ കാരുണ്യയാത്ര ആശ്വാസമായി. അച്ഛൻ ഇന്ന് ഉപേക്ഷിച്ചു പോയ ഒരു കുട്ടിയാണ്. അവരുടെ അമ്മ മാതാവും അവരുടെ അമ്മാവനും കൂടിയിട്ടാണ് ആ കുഞ്ഞിനെ പോറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിന് ഈ ജയ്ശാൽ ബസിൻ്റെ ഈ മുതലാളിയായിട്ടുള്ള ജനേട്ടനും ഈ ജീവനക്കാരും ഇന്ന് നൽകിയ ഈ കാരുണ്യയാത്ര സമൂഹത്തിലൊരു പാഠമായി മാറ്റാൻ വേണ്ടി സാധിക്കണം. നമ്മളെ ഇങ്ങനെയുള്ള നിരവധി സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് വലിയ മാരകമായിട്ടുള്ള അസുഖങ്ങൾ വരുന്ന സമയത്ത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാരുണ്യം പറ്റിയിട്ടില്ല എന്നുള്ളത് കാണിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഉദാഹരണമാണ് ഈ ജയ്ശാൽ ബസിൻ്റെ മുതലാളിയും ജീവനക്കാരും ഇന്ന് കാണിക്കുന്നത്. ഇത് സമൂഹത്തിൽ ഒരു വലിയൊരു കൈത്താങ്ങായിട്ട് വരും. അങ്ങനെ സമൂഹത്തിലെ എല്ലാ യാത്രക്കാരും ഇതിനൊരു സഹായമായിട്ട് ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ ഈ കാരുണ്യയാത്രയുടെ ലക്ഷ്യം. കാസർഗോഡ് കാഞ്ഞങ്ങാട് ബാങ്കോട് റൂട്ടിലോടുന്ന ജയ്ശാൽ ബസ് ചൊവ്വാഴ്ചയാണ് കാരുണ്യയാത്ര നടത്തിയത്. യാത്രയിൽ നിന്നും ലഭിച്ച തുക കാവ്യയുടെ കുടുംബത്തിന് കൈമാറും. കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ജോലിക്കാരും കൂടി ഈ ഇന്ന് കിട്ടുന്ന തുക കുട്ടിക്ക് വേണ്ടി ഞാൻ കൊടുക്കാൻ വേണ്ടി മനസ്സ് ആഗ്രഹിക്കുന്നുണ്ട്. കാവ്യയുടെ ഇരുട്ട് നിറഞ്ഞ ജീവിതം വെളിച്ചമുള്ളതാക്കുവാൻ ഉദാരമതികളുടെ സഹായം ആവശ്യമാണ്. അവളുടെ മുഖത്തെ രോഗത്തിന്റെ അവശത മാറ്റി പുഞ്ചിരിയും സന്തോഷവും നിറയ്ക്കുവാൻ നമുക്കും കൈകോർക്കാം. ന്യൂസ് ഡെസ്ക് KCN. മഞ്ചേശ്വരം ദേശീയപാതയോരങ്ങളിൽ തീപിടുത്തം പതിവാകുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഉപ്പള, മഞ്ചേശ്വരം, കുഞ്ചത്തൂർ ദേശീയപാതയോരങ്ങളിൽ വൻ തീപിടുത്തമാണ് ഉണ്ടായത്. നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും ഇടപെടൽ മൂലമാണ് തീപിടുത്തം നിയന്ത്രണ വിധേയമായത്. ഉണങ്ങിയ പുല്ലിന് തീപിടിച്ചതാണ് പലയിടങ്ങളിലും അഗ്നിബാധയ്ക്ക് കാരണമായത്. സിഗരറ്റ് കുറ്റികൾ അശ്രദ്ധമായി കളഞ്ഞതിനെ തുടർന്നോ അല്ലെങ്കിൽ മാലിന്യം കൂട്ടിയിട്ട് കത്തിച്ചതിൽ നിന്നോ തീപടർന്നാണ് പ്രദേശത്ത് മുഴുവൻ അഗ്നിബാധയുണ്ടായതെന്നാണ് നിഗമനം. കഴിഞ്ഞ ദിവസം ഉപ്പള ഹിദായത്ത് നഗറിലുണ്ടായ തീപിടുത്തത്തിൽ കുറ്റിക്കാടുകളും വൻ മരങ്ങളും കത്തിനശിച്ചു. മഞ്ചേശ്വരം രാഗം പരിസരത്തും കഴിഞ്ഞ ദിവസം ഇതേ അവസ്ഥയായിരുന്നു. തുമിനാട് ദേശീയപാതയോരത്ത് ഫർണിച്ചർ ഷോറൂമിന് സമീപത്തും വൻ തീപിടുത്തമുണ്ടായി. നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്നാണ് തീയണച്ചത്. ഉപ്പള ഐലയിലുണ്ടായ അഗ്നിബാധയിൽ വൻ മരത്തിന് തീ പിടിച്ചു. അടിഭാഗത്ത് തീപിടിച്ചതിനെ തുടർന്ന് ഏത് സമയത്തും മരം കടപുഴകി വീണേക്കാവുന്ന അവസ്ഥയിലാണ്. ഇതേ തുടർന്ന് ഭീതിയോടെയാണ് നാട്ടുകാർ ഇതുവഴി കടന്നുപോകുന്നത്. സംഭവത്തിൽ അധികൃതർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇവിടെ മുമ്പ് ഒരു പ്രാവശ്യം ഇവിടെ ഇങ്ങനെ ആൽമരത്തിനടിയിൽ തീ പിടിച്ചിട്ട് ഇവിടെ മുമ്പ് അപകടം വന്നില്ല. എന്നിട്ട് പഞ്ചായത്ത് അധികൃതരോട് ഞങ്ങൾ ഈ പ്രശ്നം പറഞ്ഞപ്പോൾ അവർ ഒരു നടപടി നടത്തിയില്ല. ഇപ്പോൾ വീണ്ടും ഇതിൻ്റെ അടിക്ക് തീ പിടിച്ചിട്ടുണ്ട്. അടിഭാഗം ഫുള്ള് കത്തി നശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനായി മഴ കാറ്റ് വന്നാൽ ആൾമരം വീണ് വലിയൊരു അപകടം സംഭവിക്കാൻ ഇവിടെ സാധ്യതയുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് അധികൃതർ ഇതിനു വേണ്ടി ഒരു നടപടി എടുക്കണമെന്ന് നാട്ടുകാരായ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ന്യൂസ് ഡെസ്ക് KCN. മഞ്ചേശ്വരം അൽ മസ്ജിദുൽ കുബയിൽ ആഴ്ചതോറും നടത്തിവരുന്ന സ്വലാത്ത് മജ്ലിസിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് മാർച്ച് 1 മുതൽ 3 ദിവസങ്ങളിലായി മതപ്രഭാഷണം നടത്തും. സ്വലാത്ത് മജ്ലിസ് മാർച്ച് 3-ാം തീയതി നടക്കുമെന്ന് ഭാരവാഹികൾ മഞ്ചേശ്വരം പ്രസ് ക്ലബിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മാർച്ച് 1-ാം തീയതി അൻസാർ കശീസ് പതാക ഉയർത്തുന്നതോടെ പരിപാടിക്ക് തുടക്കമാവും. മസ്ജിദുൽ കുബ ഇമാം അഷ്റഫ് മൗലവി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. അത്താവുള്ള തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. അഷ്റഫ് റഹ്മാനി ചൌക്കി മുഖ്യ പ്രഭാഷണം നടത്തും. സമാപന ദിവസം നടക്കുന്ന മജ്ലിസിൻ നൂറിന് KS അലി തങ്ങൾ നേതൃത്വം നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. 4ನೇ ವಾರ್ಷಿಕ ಅಂಗವಾಗಿ
ಮೈಸೂರು ಮತ್ತು ತ್ರಿದಿನ ಮತಪ್ರದರ್ಶನ ನಡೆದಿರುವುದು. ಅದರ ಉದ್ಘಾಟನಾ ಕಾರ್ಯಕ್ರಮವನ್ನು ನಮ್ಮ ಬಹು ಸೇರ್ ಅತಾವುಲ್ಲಾ ತಂಗಳು ಉದ್ಘಾಟಿಸಿದರು ಮತ್ತು ಲಾಸ್ಟ್ಗೆ ದುವಾ ಸಮಾಪನ ಮತ್ತು ಮಜ್ಲಿಸ್ ನೂರ್ನ ನೇತೃತ್ವವನ್ನು ಬಹು ಸೈಯದ್ ಅತಾವುಲ್ಲಾ ತಂಗಳವರು ನೇತೃತ್ವವನ್ನು ವಹಿಸಿದರು. കരീം അൻസാർ, റഫീഖ്, ജുനൈദ്, സാദിഖ്, ആഷിഖ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ചെർക്കള ബാലടുക്ക അൻസാറുൽ മുസ്ലിമീൻ അസോസിയേഷൻ സിൽവർ ജൂബിലി ആഘോഷ പരിപാടിയുടെ സമാപന സംഗമം 27 മുതൽ മാർച്ച് 6 വരെ നടക്കും. സമാപന സമ്മേളനം പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഒരു വർഷക്കാലം നീണ്ടുനിന്ന സിൽവർ ജൂബിലി ആഘോഷ പരിപാടിയുടെ സമാപന സംഗമം ചെർക്കള ബാലടുക്ക മർഹൂം ചെർക്കള അബ്ദുല്ല നഗറിൽ നടക്കും. സ്വാഗത സംഘം ചെയർമാൻ CHM അഷ്റഫ് അധ്യക്ഷത വഹിക്കും. സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് സുവനീർ പ്രകാശനവും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കുള്ള ഉപഹാര വിതരണവും വിവാഹ സഹായ വിതരണവും ഭവന നിർമ്മാണ സഹായ വിതരണവും ഉലമ ഉമറ സംഗമവും പ്രവാസി സംഗമവും സാംസ്കാരിക സമ്മേളനവും കൂട്ടുപ്രാർത്ഥനയും നടക്കും. സമാപന സംഗമം ഈ ഫെബ്രുവരി 27 മുതൽ മാർച്ച് 6 വരെ മർഹൂം ചെർക്കളം അബ്ദുള്ള നഗറിൽ ചെർക്കള ബാലടുക്കയിൽ വെച്ച് നടക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കുകയാണ്. ആ ചടങ്ങിൽ വെച്ച് പ്രഭാഷണം നടത്തുന്നത് പ്രഗത്ഭ വാഗ്മി ഡോക്ടർ സലീം നദ്വി വെളിയമ്പ്ര, സൂപ്പി വാക്കവി കുറ്റിയാടി തുടങ്ങിയവർ അന്ന് പ്രഭാഷണം നടത്തും. സ്വാഗത സംഘം ചെയർമാൻ CHM അഷ്റഫ്, ജനറൽ കൺവീനർ സലാം ചെർക്കള, ട്രഷറർ ഷെരീഫ് ബാലടുക്ക, പ്രോഗ്രാം ചെയർമാൻ CP മൊയ്തു മൗലവി, കൺവീനർ ആമു ബാലടുക്ക തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ആസ്മാൻസ് വെൽഫെയർ അസോസിയേഷന്റെ ഒരു കൈത്താങ്ങ് പദ്ധതിയുടെ ഭാഗമായി പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതി ഹെൽപ്പ് ഡെസ്ക് ക്യാമ്പ് സംഘടിപ്പിച്ചു. ആസ്മാൻസ് വെൽഫെയർ അസോസിയേഷൻ മുൻ പ്രസിഡന്റ് ഇക്ബാൽ ഫേമസ് ഉദ്ഘാടനം നിർവഹിച്ചു. എരിയാൽ 10ാം വാർഡ് മെമ്പറുടെ വീട്ടുപരിസരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ അസ്മാൻസ് വെൽഫെയർ അസോസിയേഷൻ ഉപദേശക സമിതി അംഗവും കാസർഗോഡ് സാഹിത്യവേദി ജനറൽ സെക്രട്ടറിയുമായ അഷ്റഫ് അലി ചേരങ്കൈ അധ്യക്ഷത വഹിച്ചു. ഇക്ബാൽ AK, അഷ്റഫ് എരിയാൽ, അബ്ദു ബഹ്റൈൻ, ഹാരിസ് ചേരങ്കൈ, അഷ്റഫ് വയ്യം എന്നിവർ സംസാരിച്ചു. ഇക്ബാൽ ഏരിയാൽ, കബീർ ഏരിയാൽ, സിദ്ദു ഇൻഷ, സംസു ഫേമസ്, റഹീം ഏരിയാൽ, അബ്ദുൽ ഖാദർ, മുഹമ്മദ് അക്കര, അബ്ദുൽ റഹ്മാൻ ചേരങ്കൈ, റാഫി ഏരിയാൽ, സുൽഫിക്കർ അലി എന്നിവർ നേതൃത്വം നൽകി. ക്യാമ്പിൽ നിരവധി കർഷകർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCN. കാസർഗോഡ് മല്ലികാർജുന ക്ഷേത്രത്തിലെ ബ്രഹ്മകലശോത്സവത്തിന് മാർച്ച് 8 മുതൽ തുടക്കമാവും. മഹോത്സവത്തിന്റെ മുന്നോടിയായി ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ രഥയാത്ര നടന്നു. ക്ഷേത്രം തന്ത്രി ഉച്ചില പത്മനാഭ തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ മാർച്ച് 8 മുതൽ 16 വരെയാണ് ബ്രഹ്മകലശോത്സവം നടക്കുന്നത്. മുന്നോടിയായി നടന്ന രഥയാത്രയിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. അഡ്വക്കേറ്റ് മുരളി, വെങ്കട്ട രമണ ഹൊള്ള, ലോകേഷ് മീപ്പുകുരി, ബൈജു കല്ലക്കട്ട തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് KCN. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെരിയ കല്യോട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകം കേസ് അന്വേഷണത്തിനായി ക്രൈംബ്രാഞ്ച് DYSP പ്രദീപിന്റെ നേതൃത്വത്തിലുള്ള സംഘം പെരിയ കല്യോട്ടെത്തി. കാസർഗോട്ട് ചേർന്ന സർവകക്ഷി സമാധാന യോഗത്തിൽ നിന്നും കോൺഗ്രസ് ഇറങ്ങിപ്പോയി. CBI അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ അനുകൂല തീരുമാനം ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു കോൺഗ്രസ് ഇറങ്ങിപ്പോക്ക്. പെരിയയിലെ ഇരട്ടക്കൊലപാതക കേസിലെ CBI അന്വേഷണം ആവശ്യപ്പെട്ട് വിദ്യാനഗർ BC റോഡ് പരിസരത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ 48 മണിക്കൂർ ഉപവാസ സമരം മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ ഉദ്ഘാടനം ചെയ്തു. ഇലക്ട്രിക് പോസ്റ്റിലൂടെ കേബിൾ വലിക്കുന്നതിന് KSEB ഈടാക്കുന്ന അമിത നിരക്ക്, വാർഷിക വർധനവ് എന്നീ വിഷയങ്ങളിൽ ഇടപെടൽ നടത്തണമെന്നാവശ്യപ്പെട്ട് NA നെല്ലിക്കുന്ന് MLAക്ക് നിവേദനം നൽകി. COA ജില്ലാ കമ്മിറ്റിയാണ് നിവേദനം നൽകിയത്. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ 27-ന് കാഞ്ഞങ്ങാട് പുതിയ ബസ് സ്റ്റാൻഡിൽ കൈപുണ്യം 2019 പാചക മത്സരം സംഘടിപ്പിക്കും. നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്യും. പൈവളികെ പഞ്ചായത്തിൽ വിവിധ പദ്ധതികളിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം നടന്നു. P കരുണാകരൻ MPയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീറും ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു.
വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന കാവ്യക്ക് കൈത്താങ്ങുമായി ജയ്ഷാൽവാസ് കാരുണ്യ യാത്ര നടത്തി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.